നെബൂഖദ്നേസർ എന്ന രാജാവ് ഒരു സ്വപ്നം കണ്ടു. പിറ്റേ ദിവസമായപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി, ഉറക്കമില്ലാതായി. രാജാവിനോട് ഈ സ്വപ്നം അറിയിക്കാൻ കഴിയുന്ന രാജാവ് കൽപ്പിച്ചു. അവരെല്ലാം രാജസന്നിധിയിൽ വന്നു. രാജാവിന്റെ മനസ്സിലുണ്ടായി ഭാരം മാറ്റാനായി രാജാവിനെ സഹായിക്കാനും സ്വപ്നം പറയാനും അതിന്റെ അർത്ഥം വിവരിക്കാനും അവരൊരുങ്ങി. അവര് പറഞ്ഞ വാക്കുകളൊന്നും രാജാവിന് ഇഷ്ടമായില്ല. രാജാവ് പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഞാൻ കണ്ട സ്വപ്നം എന്നോട് വിവരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവന് ഭീഷണിയാണ്. അപ്പോ ഈ മന്ത്രവാദികളും ഈ പ്രിയപ്പെട്ട ആൾക്കാരും 2-ാം അധ്യായത്തിൽ പറയുകയാണ്, രാജാവ് ഒരു കാര്യം ചെയ്യുക, തിരുമനസ്സേ, അങ്ങ് ഞങ്ങളോട് ആ സ്വപ്നം പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ അർത്ഥം പറയാം. രാജാവ് പറഞ്ഞു, എനിക്ക് സ്വപ്നം മറന്നുപോയി, ആ സ്വപ്നവും എന്നോട് പറഞ്ഞു തരണം, അതിന്റെ അർത്ഥവും എന്നോട് പറഞ്ഞു തരണം. അപ്പോൾ ശകുനവാദികൾ പറയുകയാണ്, ഇതുപോലെ ഒരു രാജാവും ലോകത്ത് ചോദിച്ചിട്ടില്ല. സ്വപ്നം പറഞ്ഞിട്ട് അർത്ഥം പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഇപ്പൊ സ്വപ്നം കൂടെ പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോ രാജാവ് പറയുക, എന്റെ മുൻപിൽ വ്യാജവും പൊളിവാക്കും പറയാൻ നിങ്ങൾ ഒത്തിരിക്കുന്നു, ഇനിയും സമയം നഷ്ടപ്പെടുത്താൻ വയ്യ, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് വന്നു. അപ്പൊ വീണ്ടും കുറച്ച് സമയം കൂടെ നീട്ടി നൽകിയപ്പോൾ ദൈവഭക്തനായ ദാനിയേൽ ഈ വാക്ക് കേട്ട് തനിക്കും തന്റെ സുഹൃത്തുക്കൾക്കും പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വാക്യം വായിക്കുന്നുണ്ട്, അങ്ങനെ രാജാവിനോട് സംസാരിക്കാനുള്ള ജ്ഞാനം ലഭിക്കേണ്ടതിന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം ദാനിയേലിന് രാത്രിയിൽ ആ സ്വപ്നം വെളിപ്പെടുത്തി കൊടുത്തു. ഒരു ചോദ്യം കേൾക്കുമ്പോൾ തകർന്നു പോകുകയല്ല, നീ ഏത് വിശ്വാസത്തിൽ പോകുന്നു, നീ ആരെ വിശ്വസിക്കുന്നു, നീ കൈയടിക്കുന്ന എന്തിന്, നീ പാടുന്ന എന്തിനെന്ന് നമ്മളോട് ചോദിക്കുമ്പോ, ഇല്ല ഞാൻ കൈയടിക്കുന്നില്ല, പാടുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ലെന്ന് പറയാനല്ല, സ്വർഗത്തിലേക്ക് നോക്കി ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഈ കാലഘട്ടത്തിൽ വിശ്വാസം നശിച്ചു പോകുമ്പോൾ, പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ, യേശുവേ, സംസാരിപ്പാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ, സംസാരിപ്പാനുള്ള വാക്ക് ഞങ്ങൾക്ക് തരണമേ. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ തളർന്നു പോകാനല്ല, വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ വിശ്വാസത്തെ പിടിച്ചു നിൽക്കാൻ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തിയും ജ്ഞാനവും സ്വർഗത്തിൽ നിന്ന് ചോദിപ്പാൻ ദൈവമക്കളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മളെ ഈ പരീക്ഷയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, മുതിർന്നവർ, ജോലി സ്ഥലത്ത് വിശ്വാസത്തിന്റെ ശോധനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം ശരിയാണോ, യേശു ദൈവമാണോ, അവൻ ഉയർത്തെഴുന്നേറ്റോ, വ്യത്യസ്തമായ ആശയങ്ങളും ചോദ്യങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ജ്ഞാനം തരാൻ വിശ്വസ്തനായ ദൈവമാ. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്കുണ്ടാകേണ്ട ഒരുക്കം കർത്താവ് പറയുന്നു, ജ്ഞാനത്തോടെ സംസാരിക്കാൻ, ജ്ഞാനത്തോടെ പ്രതിവാദം പറയാൻ, ജ്ഞാനത്തോടെ സാക്ഷ്യം പറയാനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം.